അപ്പോൾ നമ്മുടെ മഞ്ഞുകാലത്തേക്കുള്ള നമ്മുടെ ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിന് ഏറ്റവും അടിപൊളി മോയ്സ്ചറൈസ് തരുന്ന ഒരു ക്രീമാണ്. ഹലോ, എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഓക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, സൗണ്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് വരും പോകും പായിക്കരുതെന്ന് പറയില്ലേ, അതേ രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കൊന്നല്ല, പക്ഷേ ഇനി നമ്മളങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് മാസങ്ങളാണ് കേട്ടോ. ഡിസംബറാണ്, മഞ്ഞാണ്, കാലിന് വരവിള്ളൽ, അതുപോലെ തന്നെ ഡ്രൈനെസ് എല്ലാം വരുന്ന ഒരു ടൈമാണല്ലേ. നമുക്കിപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കും ഈ കാലാവസ്ഥ അങ്ങനെ ചേഞ്ചാണ്, പക്ഷെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും ദോഷം ചെയ്യണ ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു അടിപൊളി മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. പുറത്തുനിന്നൊന്നും മേടിക്കാൻ നിൽക്കേണ്ട, അന്തസ്സ് പൈസയാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോയ്സ്ചറൈസ് മാത്രമല്ല നമുക്ക് കിട്ടുന്നത്, നമ്മുടെ കയ്യിൻ്റെ കാലിൻ്റെയൊക്കെ ചുളിവുകൾ അതൊക്കെ പോയി കിട്ടാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കയ്യിന് കാലിന് മാത്രമല്ല കേട്ടോ, മുഖത്തൊക്കെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാം. നമ്മുടെ കഴുത്തിൻ്റെ അവിടെയൊക്കെ നല്ല പോലെ ഡ്രൈനെസ് വരും, ചുളിച്ചിലുകൾ വരും. ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളൊന്ന് കണ്ണടയിൽ അവനാനൊന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ ചേഞ്ചും കഴുത്തിൻ്റെ ചേഞ്ചും കയ്യിൻ്റെ ചേഞ്ചും കാലിൻ്റെ ചേഞ്ചൊക്കെ നമ്മൾ തന്നെ ഒന്ന് റിവാലുവേഷൻ ചെയ്ത് നോക്കിയാൽ നമുക്കതിൻ്റെ ഗുട്ടൻസ് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്തോരം നമ്മുടെ സ്കിന്നിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, ചേച്ചിക്ക് അവിടെ ഇരുന്ന് പറയേ വേണ്ടു വീട്ടിൽ വേറെ പണിയില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ. അങ്ങനെയല്ല, നമ്മുടെ ശരീരം, നമുക്ക് ദൈവം തന്ന ശരീരം നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഡ്രൈനെസ്സിനെയും ഒന്ന് ക്ലിയർ ആക്കി കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ ചേച്ചിക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടൊന്നല്ല, ചേച്ചിക്ക് നല്ലോണം പണികളൊക്കെ ഉണ്ട്, അതങ്ങനെ. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യണേന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് വാസലിനാണ് കേട്ടോ. വാസലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 10 രൂപയുടെ ചെപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് എടുക്കണം. ഇതിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അളവനുസരിച്ച് വേണം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാനായിട്ട്. അടിപൊളിയാണ് കേട്ടോ. ഇത് നിങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം കിടക്കുമ്പോൾ നമ്മുടെ കയ്യുമ്മലും കാലുമ്മലും ഒക്കെ തേച്ച് കൊടുക്കുക. അതേപോലെ നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിച്ച് കൊണ്ട് നടക്കാനായിട്ട് അടിപൊളി റിസൾട്ട് കാരണം ഒരു കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് നമ്മളൊക്കെ ഇങ്ങനെ തന്നെ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ നമുക്ക് ഒന്നും ശരിയാവില്ല. നമ്മൾ ശ്രമിക്കണം, നമ്മൾ നേരെയാവണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തോരം ഉണ്ടെന്നുള്ളത് നോക്കട്ടെ ഞാൻ. അപ്പോൾ ഇതെന്തായാലും ഇതൊരു ഫുൾ ചെപ്പ് കംപ്ലീറ്റ് വേണ്ടി വരും. അപ്പോൾ ഇതൊരു കുഞ്ഞു ടീസ്പൂണിലാണ്. അപ്പോൾ അത് എത്ര കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വേണം നമുക്ക് അലോവേരയുടെ ജെല്ലെടുക്കാനായിട്ട്. ഇതൊക്കെ നമുക്ക് അറിയാലോ, ഇതൊക്കെ നമുക്ക് മെഡിക്കൽ ഷോപ്പിലും ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിലും ഒക്കെ മേടിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഇതിൽ തന്നെ ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചെപ്പുകളൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്കതൊക്കെ ആക്കി വയ്ക്കാം കേട്ടോ, വീട്ടിലാക്കി വയ്ക്കാം. അപ്പോൾ ഇതൊരു 2.5 ടീസ്പൂൺ കിട്ടിയിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഇതിലാണ് ഞാനിത് ചെയ്ത് വെക്കാനായിട്ട് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി എടുത്താൽ നമ്മുടെ 3 ടീസ്പൂൺ കറക്റ്റ്. ഇതിലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെപ്പുകളൊക്കെ ഉണ്ടാവുമ്പോൾ അത് 20ൻ്റെ ചെപ്പാണ്, മറ്റേത് 10ൻ്റെ ചെപ്പാണ് കേട്ടോ. നമ്മളിങ്ങനെ ക്രീമുകളൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ വേറെ ഒന്നും നമ്മൾ പൈസ കൊടുത്ത് ചിലവാക്കി മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിലിപ്പോൾ നോക്കിയപ്പോൾ ഒരു ടീസ്പൂണും ബാക്കിയുണ്ട്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് മാറ്റി വയ്ക്കട്ടെ. ഇനി അടുത്ത് എന്തെങ്കിലും ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിൽ സെറ്റ് ആവട്ടെ കേട്ടോ. അപ്പോൾ ഓൾറെഡി നമുക്ക് 3 ടീസ്പൂൺ 1, 2, 3 ടീസ്പൂൺ കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് അളവിൽ തന്നെ നമ്മൾ അലോവേരയുടെ ജെല്ലെടുക്കുകയാണ് കേട്ടോ. ഈ ടീസ്പൂണിൻ്റെ അളവിൽ തന്നെ എടുക്കണേ. ഇതിങ്ങനെ ഇരിക്കണോണ്ടാണ് ഞാൻ ഇങ്ങനെ അളവെടുത്തിട്ട് കാണിക്കണം കേട്ടോ. ഇതും നമ്മളൊരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഗ്ലിസറിൻ ആവശ്യമാണ്. ഗ്ലിസറിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഗ്ലിസറിൻ നമുക്ക് നിറം വയ്ക്കുന്നത് മാത്രമല്ല
നമ്മുടെ ഡ്രൈനസ്, ഗ്ലിസറിനും റോസ് വാട്ടർ മാത്രം തേച്ചിട്ട് നമ്മളെ ഈ സ്കിന്ന് ഈ പാമ്പിൻ്റെ ഓറ പോലത്തെ ഒക്കെ സ്കിന്നുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അവർക്കൊക്കെ എത്ര ബുദ്ധിമുട്ടുണ്ടെന്നറിയോ. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ അവരുടെ ആ സ്കിന്നിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അവരത് എത്ര മറയ്ക്കാൻ നോക്കി കഴിഞ്ഞാലും അത് ഭയങ്കര, എനിക്ക് ഭയങ്കര വിഷമമായിട്ട് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണും. അപ്പം ഞാൻ എനിക്ക് അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഉടനടി അവരങ്ങനെ മെല്ലെ വിളിച്ച് വരുത്തിയിട്ട് നിങ്ങളിതിങ്ങനെ ചെയ്യ്, അപ്പോൾ കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് മാറി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരങ്ങനെ ചെയ്തിട്ടുമുണ്ട്, ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ട് പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റേത് 3 ടീസ്പൂണോളം എടുത്തേക്കുന്നത്, ഇത് നമുക്ക് 2 എടുത്താൽ മതി കേട്ടോ. നമുക്ക് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന എല്ലാ ക്രീമിലും ഈ ഒരു ഐറ്റം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് ചിലവർക്ക് വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ധൈര്യമായിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ്, മേടിക്കുമ്പോൾ ശ്രദ്ധിച്ച് മേടിക്കാം കേട്ടോ. ഇത്രയ്ക്ക് തന്നെ നമുക്ക് എന്താ വേണ്ടതെന്നറിയോ, റോസ് വാട്ടർ. ഇതൊക്കെ ചേരുമ്പോൾ നമ്മൾ വിചാരിച്ചേക്കാളും നല്ലൊരു റിസൾട്ടിൽ നല്ലൊരു ക്രീമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അത് കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ആവശ്യം എന്താണെന്നറിയോ, നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ്. ഇതിലിപ്പോൾ ഒരു 3 ഉണ്ട്, അത് 3 ഞാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മറ്റേതൊക്കെ 3 ടീസ്പൂൺ വീതമല്ലേ എടുത്തത്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ നമ്മുടെ സാധാ മെഡിക്കൽ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഒരെണ്ണം പൊട്ടിച്ച് ആകെ ഒരു തുണ്ടേ കാണുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത് ഏറി വന്ന ഒരു വലിയ ടീസ്പൂണിലേക്ക് ഉണ്ടാവുള്ളൂ. ഇത് നമ്മളിവിടെ ഇരുന്നിട്ട് ആക്കണമെങ്കിലും ഭയങ്കര വെളിച്ചക്കുറവുണ്ടല്ലേ, പുറത്തതിനേക്കാളും തീരെ വെളിച്ചില്ല. മഴക്കാരാണ്, എല്ലായിടത്തും മഴ തന്നെയാണല്ലേ. നമ്മുടെ കാലാവസ്ഥകളെ നമുക്ക് ജോലി, അപ്പം നമ്മുടെ സ്കിന്നിനും അത് നല്ലപോലെ ബാധിക്കും കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്നറിയും, പേരച്ചൂടിൻ്റെ വെളിച്ചെണ്ണയാണ്. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ബോഡി മസാജ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് ആ വീഡിയോസിനൊക്കെ. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇതും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഇങ്ങനത്തെ ചെപ്പിലത്തെ വെളിച്ചെണ്ണയാണ്. ഇതും നമ്മുടെ 20 രൂപയുടെ. ഈ 20 രൂപയുടെ വെളിച്ചെണ്ണ കൊണ്ട് നമ്മൾ മസാജ് ചെയ്യുമ്പം ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ ക്ലിയർ ആവും. അപ്പോൾ അതും കൂടി നമ്മളിതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു ക്രീം കിട്ടും കേട്ടോ. ഇപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്യാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ടീസ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഗുണം കിട്ടില്ല. ഇതാ ചെപ്പിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കാര്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ചെറിയ ചെപ്പുകളൊക്കെ ആകുമ്പോണ്ടല്ലോ നമുക്ക് ഇതാണ് നല്ലത്. ഇനി നമ്മളിത് നല്ല പോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇളക്കണം കേട്ടോ. ഇത് നമ്മുടെ വരവിളണോടത്തും തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. വരവിളണോട് തേക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സോക്സ് ഇടാനായിട്ട് നോക്കിയോളൂ, അല്ലെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ അതൊക്കെ പായലൊക്കെ പോകും. അപ്പോൾ ഒരു സോക്സ് ഇട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയാണ്. കണ്ടോ, അതിങ്ങനെ ആക്കും തോറും നല്ലൊരു ക്രീം പരുവത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എൻ്റെ പനി കഴിഞ്ഞ് അടുത്ത മോൾക്ക് പനി കിട്ടി. നമ്മുടെ ക്രീം നല്ല പോലെ ഇളക്കണം കേട്ടോ. നല്ല പോലെ ഇളക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അടിപൊളി മണമാണ് കണ്ട. ഇത് നമ്മൾ നല്ലൊരു ചെപ്പിലാക്കി, ഞാനിപ്പോൾ വാസലിൻ്റെ ചെപ്പുള്ളതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ചെപ്പിലാക്കി വെച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് നമ്മൾ മേടിക്കുന്ന ചെറിയ ചെപ്പുകളൊക്കെ കിട്ടില്ലേ, ബിരിയാണിയൊക്കെ മേടിക്കുമ്പോൾ സർലാസൊക്കെ കിട്ടുന്ന ചെറിയ ചെപ്പുകൾ, അതൊക്കെ ഞാൻ ഇവിടെ ഒന്നും കളയില്ല. അതൊക്കെ ഇങ്ങനെ സ്റ്റോക്കാട്ടോ, നമുക്കിങ്ങനെ ഓരോ ക്രീമുകളാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കാണുന്നിടത്ത് വയ്ക്കുക, എന്നാലാണ് നമ്മളിത് തേക്കാനായിട്ട് നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ കാലുമലിക്കൊക്കെ ഇത് തൊട്ട് പറ്റി കഴിഞ്ഞാണ്ടല്ലോ അടിപൊളിയാണ്. നമ്മുടെ കാലിന് ഒരു
വരൾച്ച എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. കയ്യിനായാലും കാലിനായാലും. ഇപ്പോൾ കണ്ട നല്ലൊരു ക്രീം പരുവത്തിലായിട്ട് ഇതിൽ നിന്ന് നമുക്ക് അധികമൊന്നും വേണ്ട. ഒരു തുണ്ട് എടുക്കാൻ വേണ്ടു. എടുത്ത് നമുക്ക് കൈമലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ അങ്ങനെ അബ്സോർവ് ആയിട്ട് പോകും. നമ്മുടെ സ്കിന്നിന് നല്ല കളറ് വയ്ക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ 2 കൈമലും തേച്ച് കൊടുക്കട്ടെ. എന്തായാലും നമ്മളിവിടെ ഉണ്ടാക്കിയില്ലേ, ഇത്രയ്ക്ക് വേണ്ട. ആകെ ഒരു ഞോണ്ടെടുത്തിട്ട് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കണം, അല്ലാണ്ട് കുറേ ഒന്നും വാരി വലിച്ച് തേച്ച് കൊടുക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ആ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ കയ്യിൻ്റെ ചുളിച്ചിലുകളൊക്കെ പോകാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. എൻ്റെ അടുത്ത് FBയിൽ ചേച്ചി കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കയ്യിലത്തെ ചുളി പോകാനായിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ചെയ്താൽ മതി. അത് നമ്മൾ ചെയ്യുമ്പോൾ ഡെയിലി ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു ഗുഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.